ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 2025 6ാം ക്ലാസ്സിൻ്റെ വാർഷിക എക്സാം ദുറൂസുൽ അഖായിദ നടന്നതിൻ്റെ ചോദ്യപേപ്പറുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് ചോദ്യങ്ങൾ നോക്കാം, ഉത്തരങ്ങളൊക്കെ മനസ്സിലാക്കാം. ഇനിയുള്ള എക്സാമിലേക്ക് നമുക്ക് റിവിഷനായിട്ട് ഉപയോഗപ്പെടുത്താം. അപ്പോൾ പാഠഭാഗത്തിൻ്റെ മുഴുവൻ റിവിഷനും നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ചോദ്യപേപ്പറിൻ്റെ കൂടെ കൂടുതൽ വിശദീകരണങ്ങൾ നടത്തുന്ന വീഡിയോസ് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഉപകാരപ്പെടുത്താം. അപ്പോൾ അത് പ്ലേലിസ്റ്റ് എടുത്താൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി ലഭിക്കാത്തവർ എൻ്റെ മൊബൈൽ നമ്പറിലൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഇന്നത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. കോളത്തിൽ ശരി രേഖപ്പെടുത്തണം. ഈസാ റളിയല്ലാഹു അൻഹുവിന് അവതരിച്ച ഗ്രന്ഥം. ഈസാ അലൈഹി ഇസ്ലാമിന് അവതരിച്ചത് ഇഞ്ചീലാണ്. സബൂർ ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന്, തൗറാത്ത് മൂസാ നബി അലൈഹി ഇസ്ലാമിന്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കണം. ഈസാ നബി അലൈഹി ഇസ്ലാമിന് ഇഞ്ചീല്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖുർആൻ, 4 കിതാബുകളും 100 ഏടുകളും. അടുത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യമായി വഹി ലഭിച്ച സ്ഥലം ഹിറാ ഗുഹ. മക്കയിലെ ജബലുൻ നൂരിലുള്ള ഹിറാ ഗുഹയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യമായി വഹി ലഭിച്ച സ്ഥലം. അടുത്തതാ 50 ഏടുകൾ നൽകപ്പെട്ട നബി. 50 ഏടുകൾ സീസ് അലൈഹി ഇസ്ലാമിനാണ്. സീസ് അലൈഹി ഇസ്ലാം, ഇദ്രീസ് അലൈഹി ഇസ്ലാമിന് 30, ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന് 10, ആദാ അലൈഹി ഇസ്ലാമിന് 10. അങ്ങനെയാണ് ഏടുകൾ. അടുത്തത് ഹക്കീമുൻ എന്നതിൻ്റെ അർത്ഥം. ഹക്കീമുൻ എന്നതിൻ്റെ അർത്ഥം യുക്തിമാൻ എന്നാണ്. യുക്തിമാൻ. പാപസുരക്ഷിതരാവൽ നബിമാർക്ക് വാജിബാണ്. പാപസുരക്ഷിതരാവൽ നബിമാർക്ക് വാജിബാണ്. മാ കദ്ദബ മുഹമ്മദുൻ കത്തുൻ. ഇത് പറഞ്ഞതാര്? അബൂജഹൽ. മാ കദ്ദബ മുഹമ്മദുൻ കത്തുൻ, അത് പറഞ്ഞത് അബൂജഹല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും കളവ് പറഞ്ഞത് ഞങ്ങൾ കേട്ടിട്ടില്ല എന്ന് അബൂജഹൽ പറഞ്ഞിട്ടുണ്ട്. ചേരുംപടി ചേർക്കാൻ വന്നത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പരുഷമായി പെരുമാറി. ആരായിരുന്നു പരുഷമായി പെരുമാറിയത്? സെയ്ദ് ബിൻ സായന റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പരുഷമായി പെരുമാറി. എപ്പോഴാണ്? കടം ചോദിച്ച പണം തിരികെ ചോദിച്ചുകൊണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കണം. അടുത്തത് തൗറാത്തിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശേഷണങ്ങളിൽ മനസ്സിലാക്കി. ആരായിരുന്നു വിശേഷണങ്ങൾ മനസ്സിലാക്കിയത്? തൗറാത്തിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശേഷണങ്ങൾ മനസ്സിലാക്കിയത് അബ്ദുല്ലാഹിബ്നു സലാം. അപ്പോൾ അതിൻ്റെ ഡി ഏതാ? അടുത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ കരാറുണ്ടാക്കി. ആരായിരുന്നു? സഫ്വാൻ ഇബ്നു ഉമയ്യയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ കരാറുണ്ടാക്കിയത്. ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കത്തയച്ചു. ആർക്കായിരുന്നു? ഹിർക്കൽ രാജാവിനാണ് കത്തയച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാനായി പുറപ്പെട്ടു. ആരാണ് വധിക്കാനായി പുറപ്പെട്ടത്? ഉമൈർ ഇബ്നു വഹബ്. കരാർ പ്രകാരം വധിക്കാനായി പുറപ്പെടുന്നു ഉമൈർ ഇബ്നു വഹബ് എന്നവർ. അപ്പോൾ ഇതിൻ്റെ സി എഴുതാം. ഇനി പൂരിപ്പിക്കാനാണ്. അടുത്തത് മനുഷ്യരെ ഡാഷിൽ നിന്ന് രക്ഷിക്കാൻ നിയോഗിതരായവരാണ് പ്രവാചകന്മാർ. മനുഷ്യരെ തിന്മയിൽ നിന്ന് രക്ഷിക്കാൻ നിയോഗിതരായവരാണ് പ്രവാചകന്മാർ. ഇന്നാ നഹ്നു നസ്സൽന ഡാഷ് വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. അടുത്തതാ ബദർ യുദ്ധത്തിലെ കനത്ത പരാജയം ഡാഷിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പക വളർത്തി. ആർക്കാണ്? ഖുറൈശികൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ കടുത്ത പക വളർത്തിയത് ബദർ യുദ്ധത്തിലെ കനത്ത പരാജയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയർപ്പ് ഡാഷിനേക്കാൾ സുഗന്ധമുള്ളതാണ്. എന്തിനേക്കാളാ? കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയർപ്പ്. അടുത്തത് കുൽ ഇന്നമാ അന ഡാഷ് യൂഹ ഇലയ്യ അന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദുൻ. അതായിരുന്നു കുൽ ഇന്നമാ അന ബശറുൻ മിസ്ലുക്കും യൂഹ ഇലയ്യ അന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദും. അതൊക്കെ അർത്ഥം മനസ്സിലാക്കി വെക്കണം കേട്ടോ. അതൊക്കെ ഞാൻ വിശദീകരിച്ചിവിടെ വീഡിയോ ഒരുപാട് ലോങ് ആക്കുന്നില്ല. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കുക. അടുത്തത് എന്താണ്? മനുഷ്യൻ്റെ ഡാഷ് വിജയത്തിന് ആവശ്യമായതെല്ലാം ഖുർആനിലുണ്ട്. എന്താണ്? മനുഷ്യൻ്റെ
ഇരു ലോക വിജയത്തിനാവശ്യമായതെല്ലാം ഖുർആനിലുണ്ട്. മനുഷ്യൻ്റെ ഇരു ലോക വിജയത്തിനാവശ്യമായതെല്ലാം ഖുർആനിലുണ്ട്. ഇനി ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാനാണ്. എന്താണ്? നബിമാർക്കുണ്ടാകാവുന്ന ഒരു മാനുഷികാനുഭവം എന്താണ്? വിശപ്പ്, ദാഹം. വിശപ്പ്, ദാഹം എന്നിവയൊക്കെ മനുഷ്യരെ പോലെ നബിമാർക്കുണ്ടാവും. നമ്മളാ പാഠത്ത് പഠിച്ചിട്ടുണ്ട്. വിശപ്പ്, ദാഹം, ന്യൂനതയില്ലാത്ത രോഗങ്ങൾ തുടങ്ങിയ മാനുഷികാനുഭവങ്ങൾ അവർക്കുണ്ടാവുമെന്ന്. അപ്പോൾ അത് മനസ്സിലാക്കുക. അടുത്തതാ, ഇദ്രീസ് നബി അലൈഹി ഇസ്ലാമിന് നൽകപ്പെട്ട ഏടുകൾ. ഇദ്രീസ് നബി അലൈഹി ഇസ്ലാമിന് നൽകപ്പെട്ട ഏടുകൾ 30. വിശുദ്ധ കഅബ പുനർനിർമ്മാണ വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വയസ്സ് 35 വയസ്സാണ്. അടുത്തതാ, മാഇദ സൂറത്ത് അവതരിച്ചതിന് സാക്ഷിയായ മഹദി ആരായിരുന്നു? അസ്മാ ബിൻത്ത് യസീദ റളിയല്ലാഹു അൻഹ. അസ്മാ ബിൻത്ത് യസീദ റളിയല്ലാഹു അൻഹ. മാ ലല്ല സാഹിബുക്കും വമാ അവ. ഈ ആയത്ത് ഏത് സൂറത്തിലുള്ളതാണ്? ഈ ആയത്ത് ഏത് സൂറത്തിലുള്ളതാണ്? അൻ-നജ്മ്, സൂറത്തുൻ നജ്മിലുള്ളതാണ് ഈ ആയത്ത്. മാ ലല്ല സാഹിബുക്കും വമാ അവ. അടുത്തത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നാട്ടുകാർ എന്തായിരുന്നു വിളിച്ചിരുന്നത്? അൽ അമീൻ എന്നായിരുന്നു വിളിച്ചിരുന്നത്. അൽ അമീൻ. അടുത്ത ഇനി ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് പറയാതെ സ്വഹീഹാവാത്ത 2 കർമ്മങ്ങൾ എഴുതുക. ഏതൊക്കെയാണ്? അദാനും നിസ്കാരവും. അദാനും നിസ്കാരവും. അദാനും നിസ്കാരവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് പറയാതെ സ്വഹീഹാവുകയില്ല. അടുത്ത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്ത് സ്ഥിരപ്പെടുത്തുന്ന തെളിവുകളിൽ നിന്ന് 2 എഴുതുക. എന്തായിരുന്നു? നബിയുടെ സത്യസന്ധതയും വിശ്വസ്തതയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത വിശുദ്ധിയും. അത് നുബുവത്ത് സ്ഥിരപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് പഠിക്കുക. അടുത്തതെന്താണ്? പരിശുദ്ധ ഖുർആനിന് പറയുന്ന മറ്റു 4 പേരുകൾ. പരിശുദ്ധ ഖുർആനിന് പറയുന്ന മറ്റു 4 പേരുകൾ. അദ്ദിക്ർ, അൽ കിതാബ്, അൽ ഫുർഖാൻ, അത്തൻസീൽ. അദ്ദിക്റു, അൽ കിതാബു, അൽ ഫുർഖാൻ, അത്തൻസീൽ. ഇതാണ് പരിശുദ്ധ ഖുർആനിന് പറയുന്ന മറ്റു പേരുകൾ. അടുത്തെന്താണ്? അദ്ദേഹത്തിൻ്റെ അടുത്തായിരുന്നെങ്കിൽ അവിടുത്തെ പാദങ്ങൾ ഞാൻ കഴുകുമായിരുന്നു. ആരോട് പറഞ്ഞു? അദ്ദേഹത്തിൻ്റെ അടുത്തായിരുന്നെങ്കിൽ അവിടുത്തെ പാദങ്ങൾ ഞാൻ കഴുകുമായിരുന്നു എന്ന് ആരോട് പറഞ്ഞതാണ്? ഹിർക്കൽ രാജാവ് അബൂ സുഫിയാനോട് പറഞ്ഞതാണ്. ഹിർക്കൽ രാജാവ് അബൂ സുഫിയാനോട് പറഞ്ഞതാണ്. അത് വിശുദ്ധ ഖുർആൻ അല്ലാത്ത വേദഗ്രന്ഥങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഇപ്പോഴത്തെ അവസ്ഥ, അവയിൽ പലതും വിസ്മൃതമായി, പലതിലും കൈക്കടത്തലുകൾ ഉണ്ടായി, പലതും എഴുതി ചേർക്കപ്പെട്ടു. അവയിൽ പലതും വിസ്മൃതമായി, അത് പലതിലും കൈക്കടത്തലുകൾ ഉണ്ടായി, പലതിലും എഴുതി ചേർക്കപ്പെട്ടു. അടുത്തതാ, ഇർഹാസുകൾ എന്ന് പറയുന്നത് എന്തിനാണ് ഇർഹാസുകൾ എന്ന് പറയുന്നത്? പ്രവാചകത്വത്തിന് മുമ്പ് നബിമാരിൽ നിന്നുണ്ടാകുന്ന അത്ഭുത സംഭവങ്ങൾക്കാണ്. പ്രവാചകത്വത്തിന് മുമ്പ് നബിമാരിൽ നിന്നുണ്ടാകുന്ന അത്ഭുത സംഭവങ്ങൾക്കാണ് ഇർഹാസുകൾ എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ മുമ്പ് ചോദ്യപേപ്പറിൽ പറഞ്ഞ ചോദ്യങ്ങൾ തന്നെയാണ് അല്ലേ? മനസ്സിലാക്കി പഠിക്കുക. അടുത്തെന്താണ്? ജിബ്രീൽ അലൈഹിസ്സലാം വഹിയുമായി വരുന്നത് ഏത് രൂപത്തിലാണ്? ചിലപ്പോൾ മനുഷ്യരൂപത്തിൽ, ചിലപ്പോൾ മറ്റുള്ളവർക്ക് അദൃശ്യമാകുന്ന വിധം. ചിലപ്പോൾ മനുഷ്യരൂപത്തിലും ചിലപ്പോൾ മറ്റുള്ളവർക്ക് അദൃശ്യമാകുന്ന വിധവുമാണ്. ഇനി ഇവിടെ നമുക്ക് 5 വരിയിൽ കുറയാതെ എഴുതാൻ വന്നത് അസാധാരണ മനുഷ്യൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അസാധാരണ മനുഷ്യൻ നമ്മുടെ 10ാമത്തെ പാഠാണ്. അപ്പോൾ ആ പാഠഭാഗം മനസ്സിലാക്കി നമുക്ക് 5 വരി കുറയാതെ എഴുതാൻ കഴിയണം. സല്ലല്ലാഹു അലൈഹി വസല്ലമ അസാധാരണ മനുഷ്യൻ നമ്മുടെ 10ാമത്തെ പാഠത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കി എഴുതാം. എന്താണ്? ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ കാണാനോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാക്ക് കഴിഞ്ഞിട്ടില്ല. മറ്റുള്ളവർ കാണാത്തവ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാണുന്നു എന്ന് ബീവി സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. നബിമാർ നമ്മിൽ നിന്ന് തീർത്തും വ്യത്യസ്തരാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയർപ്പ് കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളതായിരുന്നു. അവിടുത്തെ തിരുകേശം മുക്കിയ വെള്ളം സഹാബികൾ രോഗശമനത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണുകൾ മാത്രമേ ഉറക്കമുണ്ടായിരുന്നുള്ളൂ, കൽബ് ഉറങ്ങാറില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പിന്നിലുള്ളത് കാണാൻ കഴിയുമായിരുന്നു, നിഴലുണ്ടായിരുന്നില്ല. ഇവയെല്ലാം സാധാരണ മനുഷ്യർക്ക് ഇല്ലാത്തതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നബുവത്തിന് ശേഷം ഷഹാദത്തിൽ അല്ലാഹു തആലയുടെ പേര്
പറയുന്നിടത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് പറയാതെ മുസ്ലിമാകാൻ പോലും സാധിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പോലെയല്ലെന്ന് അവിടുന്ന് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്നി ലസ്തു മിസ്ലുക്കും, ഞാൻ നിങ്ങളെ പോലെയല്ല. അപ്പോൾ അതൊക്കെ ചേർത്ത് നമുക്ക് 5 വരി കുറയാതെ എഴുതി കംപ്ലീറ്റ് ആക്കാവുന്നതാണ്. ഇനി അടുത്ത വന്നത് പൂർവ്വവേദങ്ങളിൽ പ്രവാചകൻ, നമ്മുടെ 12ാമത്തെ പാഠാണ്. പൂർവ്വവേദങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചിട്ട് പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശേഷണങ്ങൾ തൗറാത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അങ്ങയെ സാക്ഷിയും സുവിശേഷമറിയിക്കുന്നവരും മുന്നറിയിപ്പ് നൽകുന്നവരും സംരക്ഷകനുമായി നാം നിയോഗിച്ചിരിക്കുന്നു. അങ്ങ് എൻ്റെ ദാസനും പ്രവാചകനുമാണ്. മുതവക്കിൽ എന്ന് അങ്ങയെ നാം വിളിക്കുന്നു. അങ്ങ് ഗൗരവക്കാരനല്ല, പരുഷ സ്വഭാവമില്ല, അങ്ങാടിയിൽ ഒച്ച വെക്കുന്നവനുമല്ല, തിന്മയെ തിന്മ കൊണ്ടു പ്രതിരോധിക്കുന്നവനുമല്ല, എന്നാൽ പൊറുക്കുകയും സഹിഷ്ണുത കാണിക്കുകയും ചെയ്യുന്നവനാണ്. തൗറാത്തിലും ഇഞ്ചീലിലും പുരോഹിതന്മാർ മാറ്റത്തിരുത്തലുകൾ വരുത്തിയിട്ടുണ്ടെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള പ്രവചനങ്ങളിൽ ചിലത് അതിൽ ബാക്കിയായി എന്നത് അത്ഭുതം തന്നെയാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കണം. പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, എന്താണ്? വേദഗ്രന്ഥം നൽകപ്പെട്ടവർക്ക് സ്വന്തം മക്കളെ അറിയുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയാം. നിശ്ചയം അവരിൽ ഒരു വിഭാഗം അറിഞ്ഞുകൊണ്ട് തന്നെ സത്യം മറച്ചു വെക്കുകയാണ്. അപ്പോൾ അത് നമുക്ക് ആ പാഠത്തിൽ മനസ്സിലാക്കിയിട്ട് പഠിക്കാം. ഇതുപോലെ വന്നാൽ നമുക്ക് എഴുതുകയും ചെയ്യാം. അപ്പോൾ 2 പാഠങ്ങളാണ് ഇതിൽ വന്നത്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ പാഠങ്ങളിൽ നിന്നും ഇതുപോലെ 5 വരി കുറയാതെ എഴുതാൻ വന്നാൽ നമുക്ക് മനസ്സിലാക്കി എഴുതാൻ കഴിയുന്ന രീതിയിൽ മനസ്സിലാക്കി പഠിക്കണം. പാഠഭാഗങ്ങൾ നന്നായി മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഇതുപോലെയുള്ള ചോദ്യങ്ങൾ വന്നാലേ എഴുതാൻ കഴിയുള്ളൂ. പിന്നെ ഓരോ പാഠത്തു നിന്ന് വരുന്ന ഇമ്പോർട്ടൻ്റ് പോയിന്റുകളും ഇതുപോലുള്ള 5 വരി കുറയാതെ എഴുതാനുള്ളതൊക്കെ നമ്മൾ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ എടുത്ത് നിങ്ങൾക്ക് ഉപകാരപ്പെടുത്താം, മനസ്സിലാക്കി പഠിക്കുക. ഇനിയുള്ള സമയങ്ങൾ നഷ്ടപ്പെടുത്താതെ എല്ലാവരും നന്നായി മനസ്സിലാക്കി പഠിക്കുക. വീഡിയോ ഉപകാരപ്പെടുത്തുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്തെടുക്കുക. എന്തെങ്കിലും തെറ്റുകളൊക്കെ വന്ന് പെട്ടിട്ടുണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കുക. ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ നന്നായിട്ട് ഉപകാരപ്പെടുത്തി എല്ലാവർക്കും നന്നായിട്ട് എക്സാം എഴുതാനൊക്കെ കഴിയട്ടെ. അല്ലാഹു തആല എല്ലാവർക്കും അതിന് തൗഫീഖ് നൽകട്ടെ. നമുക്ക് ഇന്നത്തെ വീഡിയോ അവിടെ അവസാനിപ്പിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.